Today is my 30th birthday. So, എനിക്ക് ഭയങ്കര bitter sweet ആയിട്ടുള്ളൊരു emotions ആണ് വരുന്നത്. So, I just thought, why not film this vlog? Actually, I have terrible cold. എൻ്റെ വോയിസ് ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് എന്തായാലും വ്ലോഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് I'm just doing this. What all I'm going to do to make this birthday feel special. അതാണ് ഇന്നത്തെ വ്ലോഗ്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് വൈഷ്ണവി. സോ this is going to be my birthday vlog. A few moments later. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് ടയേർഡായി. സോ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. ഉറക്കം എണീറ്റിട്ട് ഞാൻ ആദ്യം ചെയ്തത് ആ ബാക്കിയിരിക്കുന്ന ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് എടുത്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു. And it did lift my mood. വൈകിട്ട് 4:40. ഈ ബാൽക്കണി എനിക്ക് ശരിക്കും ഒരു ഹാപ്പി പ്ലേസ് ആണ് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആവാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ് ഈ ബാൽക്കണി എനിക്ക്. ചായ കുടിച്ചിരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ഇതാണ് രാത്രിയിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. കണ്ണെത്താ ദൂരത്ത് ദുബായ് നഗരത്തിൻ്റെ ലൈറ്റ്സ് ഒക്കെ കണ്ട് സൊറ പറഞ്ഞിങ്ങനെ ഇരിക്കാനായിട്ട് എന്താ അല്ലേ രസം. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഒരു ബർത്ത്ഡേ ഡിന്നറിനും ഒരു കുട്ടി ഷോപ്പിങ്ങിനും പോയിട്ട് പോവാം. ഐ എം നോട്ട് എ മേക്കപ്പ് എക്സ്പേർട്ട്, പക്ഷെ എനിക്ക് ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇന്നിപ്പോൾ ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അധികം മേക്കപ്പ് ഒന്നും ഇടാനായിട്ടുള്ളൊരു മൂഡില്ല. സോ ബേസിക്കലി ഞാൻ രാത്രി ആയതുകൊണ്ടും സ്കിൻ കെയർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ജസ്റ്റ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്നിനെ വെക്കുക. അപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോ ഉണ്ടാവില്ലേ. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് അങ്ങനെ ഒരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു മേക്കപ്പ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് ഈവൻ ലൈക്ക് എ സ്കിൻ കെയർ റൂട്ടീൻ. ഞാനിങ്ങനെ മേക്കപ്പോ സ്കിൻ കെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം. എനിക്ക് ധൃതി പിടിച്ച് റെഡിയാവുന്നൊന്നും ഒട്ടും ഇഷ്ടമേ അല്ല. ഇറ്റ്സ് ലൈക്ക് എ തെറപ്പി ഫോർ മീ വെൻ ഐ ഡു മൈ സ്കിൻ കെയർ, വെൻ ഐ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. സോ ഐ ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ഇറ്റ് ഇൻ മൈ ഡേ ടു ഡേ ലൈഫ്. സോ ഐബ്രോസ് ചെയ്തു, പിന്നെ ഒരു ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടു. So I'm actually done. ഞാൻ യൂഷ്വലി കുറച്ചുകൂടെ ചെയ്യാറുണ്ട്. So this was the first look I went for, but I didn't feel confident in this outfit at all, so I changed to a very basic look. എനിക്കിപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ I can literally see how tired I look. എങ്കിലും ബർത്ത്ഡേ ആയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. എസ്പെഷ്യലി 30th birthday is like a milestone, right? അപ്പോൾ we are going to Dubai Hills Mall. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാം.
എത്തി. അധികം തിരക്കൊന്നുമില്ലായിരുന്നു റോഡിൽ. റമദാൻ ടൈമാണ്, അതുപോലെ വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് ട്രാഫിക്കിലൊന്നും പെടാതെയാണ് നമ്മളിവിടെ എത്തിയത്. എനിക്ക് ദുബായ് ഹിൽസ് മോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് ഭയങ്കര പീസ്ഫുള്ളാണ്. മറ്റു മോൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു തിക്കും തിരക്കുണ്ട്. ഇവിടെ അതൊന്നും ഇല്ല. മാത്രമല്ല ഇവിടുത്തെ ഷോപ്സൊക്കെ തന്നെ നല്ല വലുതാണ്. അതോടൊപ്പം ഭയങ്കര എസ്തറ്റിക് ആയിട്ടാണ് ഈ മോളിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് തന്നെ മിക്ക റെസ്റ്റോറൻറ്റ്സും വെളുപ്പിനെ 2 മണി വരെയൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ ആദ്യം ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഷോപ്സൊക്കെ ഒരു 12 മണി വരെ ഉള്ളൂ. ആദ്യം പോയത് മാംഗോയിലാണ്. മാംഗോയിൽ ഈ കോട്ട് സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് ലുക്ക്ഡ് വെരി നൈസ്. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ നമ്മുടെ വാഴുന്നൂർ സിനിമയിലെ മീൻ മാത്തച്ഛനെ പോലെ ഉണ്ടായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ്. കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം ഇച്ചിരി വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ ഡ്രസ്സൊന്നും സൂട്ട് ആവില്ല. സോ ഐ വാസ് ജസ്റ്റ് എക്സ്പ്ലോറിങ് ദി കളക്ഷൻസ്. ആൻഡ് ദെൻ ഫൈനലി ഐ കെയിം ടു സാറ. സാറയിൽ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ കാഫ്താൻ പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു. വെരി കംഫർട്ടബിൾ ആൻഡ് ഐ ലവ് ദ കളർ. ആൻഡ് സാറയിലെ ഡ്രസ്സുകൾക്കെല്ലാം തന്നെ എനിക്ക് എപ്പോഴും ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ സെക്കൻഡ് ചോയ്സ് വാസ് ദിസ് റെഡ് ബോഡിക്കോൺ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. എനിക്കില്ലാത്തൊരു ടൈപ്പ് ഡ്രസ്സായതുകൊണ്ട് ഐ ചോസ് ദിസ് വൺ. സോ അധികം തപ്പി നോക്കാതെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അങ്ങ് എടുത്തു. ഇനി നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഫുഡടി തന്നെയാണ്. സോ നമ്മൾ വാഗമാമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചാണ്. സോ ഐ തോട്ട് ഓക്കെ ഇന്ന് ഇവിടെ പോയിട്ട് കഴിക്കാം. ആൻഡ് ലക്കിലി ദേ ഹാഡ് എൻ ഇഫ്താർ മെനു. ഞങ്ങൾ അതാണ് ഓപ്റ്റ് ചെയ്തത്. സെറ്റ് മെനു ആയിരുന്നുകൊണ്ട് ഓർഡർ ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. So there was a starter, a drink, a main course and a dessert. ഇപ്പോൾ ഈ റമദാൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ ഇതുപോലത്തെ ഇഫ്താർ സെറ്റ് മെനു കോമ്പോസ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ലാഭം. നമ്മളിപ്പോൾ ഓരോരോ ഐറ്റംസ് ഇൻഡിവിജ്വലി ഓർഡർ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ആപ്പറ്റൈസർ വന്നു. ഇത് ചിക്കൻ ഗ്യോസോ എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. ഇറ്റ്സ് ബേസിക്കലി സ്റ്റീംഡ് ചിക്കൻ ഡംപ്ലിങ്സ്. വി ക്യാൻ ഓൾസോ ഓപ്റ്റ് ഫോർ ദ ഫ്രൈഡ് വൺസ്. But both of us love steamed dumplings more than the fried ones. എനിക്കെന്തോ സ്റ്റീംഡ് ഡംപ്ലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മോമോസ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു കംഫർട്ട് ഫുഡിൻ്റെ ഒരു ഫീലാണ് കിട്ടാറ്. സോ ദെൻ കെയിം ദി ബാങ് ബാങ് ഷ്രിംപ്, നമ്മുടെ ഡൈനമൈറ്റ് ഷ്രിംപ്സിൻ്റെ ഒരു മൈൽഡർ വേർഷൻ. ആൻഡ് ദിസ് വാസ് സം കൈൻഡ് ഓഫ് ചിക്കൻ പ്രോൺസ് മിക്സ്ഡ് നൂഡിൽസ്. ഇറ്റ് വാസ് സോ യമ്മി ബട്ട് ഐ കനോട്ട് റിമെമ്പർ ദ നെയിം. ആൻഡ് ഐ ഓർഡർഡ് ദി ചില്ലി ചിക്കൻ റാമൻ which looked so colorful. ഈ രാമൻ ഞാൻ കൊറിയൻ ഡ്രാമാസിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു രാമൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്താ, എന്തോ ഒരു നൂഡിൽസ് ആണ്. ഇതും ലുക്സ് യമ്മി. അതുപോലെ തന്നെ 2 ഡ്രിങ്ക്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ വാസ് ലെമൺ ഐസ് ടീ ആൻഡ് ദ അതർ വൺ വാസ് സ്ട്രോബെറി ലെമനേഡ്. And then came the star of the evening. This dessert was bomb. A dessert was okay. I liked the hot and cold combination. Spring rolls vechirikkunnathu was very hot and nammade ice cream cold aayirunnu. Oru different combination. How is it? In the flavor? അങ്ങനെ അടിപൊളി ഒരു ഡിന്നർ കഴിഞ്ഞു. സോ നമ്മൾ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ഉള്ള ഒരു ആർട്ട് വർക്കാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ബർത്ത്ഡേ ഡിന്നർ കഴിഞ്ഞു, ബർത്ത്ഡേ ഷോപ്പിംഗ് കഴിഞ്ഞു. ഫൈനലി അടിപൊളി, ഒന്നും പറയാനില്ലാത്ത ഒരു 30ാമത്തെ ബർത്ത്ഡേ. യെസ്, ഹാപ്പി.